കോട്ടയം തിരുവാതുക്കലിൽ ഹോട്ടൽ ഉടമയും ഭാര്യയും മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്ത നമ്മൾ സംപ്രേഷണം ചെയ്യുന്നു. വിജയകുമാറും ഭാര്യ മീരയുമാണ് മരിച്ചത്. വീട്ടിനുള്ളിൽ മൃതദേഹം കണ്ടെത്തി. പക്ഷേ ഈ മരണം കൊലപാതകമാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും ടോബി ജോൺസൺ ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് ചേരുകയാണ്. കാരണം വളരെ തിരുവാതുക്കലിൽ ആണ് ഇദ്ദേഹത്തിൻ്റെ ഈ വീട്. കുറച്ചധികം കാലമായി ഇദ്ദേഹം അവിടെ താമസിക്കുന്നുണ്ട്. മാത്രമല്ല കോട്ടയത്തൊക്കെ അറിയപ്പെട്ട ഒരു വ്യവസായി കൂടിയാണ് ഇദ്ദേഹം. അദ്ദേഹവും ഭാര്യയും ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ചു എന്ന വാർത്ത വരുമ്പോൾ അതിൽ കൊലപാതകത്തിൻ്റെ സ്പർശമുണ്ടോ എന്ന് നാട്ടുകാർ സംശയിക്കുന്നുണ്ട്. പോലീസിനും നേരിയ സംശയമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ടോബി ജോൺസൺ തത്സമയം ചേരുകയാണ് തിരുവാതുക്കലിൽ നിന്ന്. അവിടെ ഇപ്പോൾ ആളുകളൊക്കെ തടിച്ചു കൂടിയിട്ടുണ്ട്. ടോബി, വിവരങ്ങൾ നൽകാൻ കഴിയുന്നുണ്ടോ? ഇവരെ രണ്ടുപേരെയും മരിച്ച നിലയിലാണ് വീട്ടിൽ കണ്ടെത്തിയത്. ജോലിക്കാരി എത്തിയപ്പോഴാണ് ഇവർ രണ്ടുപേരും മരിച്ചു കിടക്കുന്നത് കാണുന്നത്. അപ്പോൾ തന്നെ ജോലിക്കാരി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു. മറ്റുള്ളവർക്കൊന്നും ഒരു വിവരവും ലഭിച്ചിട്ടില്ല. വീടിനുള്ളിലാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത്. അപ്പോൾ ടോബി ജോൺസൺ വീണ്ടും ചേരുന്നു. ഇന്ദ്രപ്രസം ഓഡിറ്റോറിയത്തിൻ്റെ ഉടമ കൂടിയാണ് ഈ വിജയകുമാർ. മരിച്ചത് ഭാര്യ മീരയുമാണ്. ഈ രണ്ടുപേരും മരിച്ചു കിടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് കൊലപാതകമാണോ എന്ന് സംശയമുള്ളത്. ടോബി, ശരിക്കും മറ്റെന്തെങ്കിലും സൂചനകൾ ലഭിച്ചോ? കുറച്ച് സൂചനകൾ കൂടി നമുക്കിപ്പോൾ പോലീസിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഇത് കൊലപാതകം തന്നെയാണെന്നുള്ളൊരു സൂചന തന്നെയാണ്. കാരണം ഈ മൃതദേഹങ്ങൾ തല പൊട്ടിയതായിട്ടുള്ള, അതായത് എന്തോ ആയുധം ഉപയോഗിച്ച് തലയ്ക്ക് അടിച്ചതായിട്ടുള്ള ഒരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. പോലീസ് അത് സ്ഥിരീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത്, ഒരാളെ മുൻപ് ഇവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഒരാളെ പോലീസ് സംശയിക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും കൊലപാതകമാണെന്നുള്ളത് തന്നെയാണ് കാര്യങ്ങൾ എത്തിയത്. രാവിലെ രണ്ടുപേർ മരിച്ചു കിടക്കുന്നു എന്നൊരു വിവരം മാത്രമാണ് ലഭിച്ചത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതൊരു കൊലപാതകമാണെന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ എത്തുന്നു. പോലീസിന്റെ അന്വേഷണം അങ്ങനെ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഇവിടെ ഈ സമീപത്തുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ കൂടി കേൾക്കാം. ആണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അയ്യോ എൻ്റെ ദൈവമേ, അപ്പൊ അവരുടെ വല്ല പ്രതികരണമാണോ എന്ന് നമുക്കറിയാൻ മേല. അങ്ങനെയാണ് നാട്ടുകാർ പറയുന്നത്. എനിക്ക് ഡയറക്റ്റായിട്ട് ഒന്നും അറിയാൻ മേല. ഈ നാട്ടുകാർ പറഞ്ഞ് കേട്ടതാണ് ഇതെല്ലാം. ഓക്കെ. നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം കൃത്യമാണ്. അതായത് പോലീസ് ഒരാളെ സംശയിക്കുന്നുണ്ട്. ഇതൊരു കൊലപാതകം തന്നെയാണെന്നുള്ള സൂചനയിലേക്കാണ് ഈ വിജയകുമാറിന്റെ മൃതദേഹം ഈ പ്രധാനപ്പെട്ട മുറിയിലും, അതായത് ഈ ഹാളിലും, അതുപോലെ തന്നെ ഈ ഭാര്യയുടെ മൃതദേഹം ഒരു മുറിയിലുമാണ് കണ്ടെത്തിയതെന്നുള്ള വിവരം കൂടി നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോറൻസിക് വന്നതിന് ശേഷം വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് കടക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. രാവിലെ ഇവിടെ ജോലി ചെയ്തിരുന്ന സ്ത്രീ വന്ന് വീട്ടിൽ കയറാൻ ശ്രമിച്ചപ്പോഴാണ് ഈ വീട്ടിൽ കയറാൻ പറ്റാത്തൊരവസ്ഥ വന്നത്. പിന്നീട് പിൻവശത്തേക്ക് പോയൊക്കെ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഈ രണ്ടുപേരും മരിച്ച നിലയിൽ കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ അവർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് നാട്ടുകാരും പോലീസും വന്ന് വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് പോയത്. എന്തായാലും വലിയ ദുരൂഹതയുണ്ട്. ഒരാളെ പോലീസ് സംശയിക്കുന്നുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടി പുറത്തു വരുന്നു. കൊലപാതകത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് എത്തി നിൽക്കുന്നത് എന്നുള്ള വിവരം കൂടി നമുക്കിപ്പോൾ പങ്കുവെക്കാൻ സാധിക്കും. ശരിക്കും ഈ വിജയകുമാർ ഇന്നലെ അദ്ദേഹം എവിടെയായിരുന്നു എന്നൊക്കെ നമുക്ക് എന്തെങ്കിലും വിവരം ലഭിച്ചു? അപ്പോൾ എപ്പോഴാണ് വീട്ടിലെത്തിയത്? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വല്ല വിവരം ലഭിച്ചിട്ടുണ്ട്? ഈ ജോലിക്കാരി എത്ര ദൂരെയാണ് താമസിക്കുന്നത്? പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് എന്തെങ്കിലും പറയുകയുണ്ടായോ? ഇപ്പോൾ കോട്ടയം DYSP ആണ് ഇവിടേക്ക് എത്തിയത്. അദ്ദേഹം ഇപ്പോൾ കാര്യമായിട്ടൊന്ന് അകത്ത് കയറി പരിശോധിച്ചിട്ട് പുറത്തേക്ക് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ ഒരു പ്രാഥമികമായി പോലീസിൽ നിന്നും ലഭിച്ച വിവരം, അതായത് SP-യുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം തന്ന വിവരമാണ്. അദ്ദേഹം വിശദമായിട്ടുള്ള പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം പറഞ്ഞ ചില കാര്യങ്ങളാണ്. അതായത് ഇത് കൊലപാതകമാണോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അത് കേന്ദ്രീകരിച്ച് അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് നടത്തുന്നത്. വിശദമായിട്ടുള്ള, അതായത് ഇത് കൊലപാതകത്തിലേക്ക് ഇതിന്റെ ഈ ക്രൈം നടന്ന സീൻ കാണുമ്പോൾ തന്നെ ഇതൊരു കൊലപാതകമാണെന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഒരു വ്യക്തിയെ, ഇവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയെ സംശയമുണ്ട് എന്നുള്ളൊരു വിവരം കൂടി പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ ഇവർ രണ്ടുപേരും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ഈ നാട്ടുകാരിൽ നിന്നെല്ലാം ലഭിക്കുന്നത്. അതല്ലാതെ മറ്റാരെങ്കിലും ഇവിടെ വന്നുപോയിരുന്നോ? ഒപ്പം തന്നെ ഈ രാവിലെ വന്ന് കണ്ടത് ഈ വേലക്കാരിയാണോ, അതിനു മുമ്പ് ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് ഒരു വ്യക്തത
നൽകുന്നില്ല. ഏകദേശം 8:30യോടുകൂടിയാണ് ഈ സംഭവം പുറത്തറിയുന്നത്. അതിനുശേഷം പോലീസ് ഇവിടെ എത്തി ഏകദേശം 1 മണിക്കൂർ കഴിയുന്നു. പോലീസ് ക്രൈം സീൻ ഇപ്പോൾ സെക്യൂർ ചെയ്തിട്ടുണ്ട്, അതായത് ബാരിക്കേഡൊക്കെ ഉപയോഗിച്ച് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഇനി ശാസ്ത്രീയ പരിശോധനകളാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഫോറൻസിക് വിഭാഗം വരുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ നൽകാൻ സാധിക്കൂ എന്നുള്ളൊരു കാര്യമാണ് പോലീസ് പങ്കുവെക്കുന്നത്. എന്തായാലും കൊലപാതകം എന്നുള്ള സൂചന തന്നെയാണ്. നേരത്തെ 2 പേർ മരിച്ചു എന്നുള്ളൊരു വിവരം മാത്രമാണ് പുറത്തു വന്നിരുന്നെങ്കിൽ അതിനപ്പുറത്തേക്ക് കൊലപാതകം തന്നെ സംശയിക്കുന്നു എന്ന് പോലീസ് പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ ഒരാളെ സംശയമുണ്ടെന്നുള്ള കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട്. അതാരാണ്, അക്കാര്യങ്ങൾ അവർ തമ്മിൽ എന്തെങ്കിലും വൈരാഗ്യമോ മറ്റോ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ പോലീസിന് പുറത്തേക്ക് വിടാൻ സാധിക്കുകയുള്ളൂ. SK. ടോബി, നമ്മുടെ ഈ വിജയകുമാറിന് അടുത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും അവിടെ ഉണ്ടോ? നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ വല്ല വഴിയുണ്ടോ? SK, നിലവിലൊരു പ്രശ്നം, കുറച്ച് ആളുകൾ അകത്തുണ്ട്. പക്ഷേ പോലീസ് നമ്മളെ അകത്തേക്ക് ഈ ഒരു മതിലിന് ഉള്ളിലേക്ക് കയറ്റിവിടുന്നില്ല. പുറത്ത് നിൽക്കുന്നത് ഈ നാട്ടിലുള്ള ആളുകളാണ്. അവർക്ക് ഇക്കാര്യങ്ങളെ കുറിച്ച് ചേട്ടാ എന്താ ഇവിടെ ഉള്ളവർ പറയുന്നത്? എന്തായിരുന്നു പറഞ്ഞത്? ഒന്ന് പറഞ്ഞു. ഇവരെ നേരത്തെ പരിചയമുണ്ട്. ഞാൻ ഇവിടെയാണ് ജനിച്ചു വളർന്ന്. അപ്പോൾ അവരെ നേരത്തെ പരിചയമുണ്ട്. പക്ഷെ അവരിങ്ങനെ മരിച്ചെന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് വിഷമായി പോയി. കാരണം അവരെങ്ങനെയാ മരിച്ച രണ്ടുപേര് ഇവിടെ ഉണ്ട്. അപ്പോൾ ആ 2 പേരും കൂടെ മരിച്ചെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഇവരൊറ്റയ്ക്കാ. അവരുടെ മകൻ നേരത്തെ മരിച്ചുപോയി. മോൾ അമേരിക്കയിലാണ്. ഇവർക്ക് ഇഷ്ടംപോലെ സാമ്പത്തികം എല്ലാം ഉള്ളവരാ. അപ്പൊ പിന്നെ അത് എനിക്കറിയാൻ മേല കൂട്ടായി. ഞാനിവിടെ അടുത്താണെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒന്നുള്ളത്. പിന്നെ ഒരു സംഭവം ഇങ്ങനെ അറിഞ്ഞു. പണ്ടൊരു ബംഗാളി ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ ബംഗാളി ഏതാണ്ടൊക്കെ കാണിച്ചപ്പം അവനെ പറഞ്ഞു വിട്ടു. അപ്പൊ അതിന്റെ പ്രതികരണം വല്ലതും ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ മേല. ഇങ്ങനെയാണ് പറയുന്നത് കേട്ടത്. ഡൗട്ട് പബ്ലിക്കിനുണ്ട്. കള്ളന്മാരാൻ വഴിയില്ല. ഇന്റേണലി എന്തെങ്കിലും വിഷയം ഉണ്ടെന്നുള്ളതാണ് സംശയമുണ്ട് പബ്ലിക്കിന്. ഇല്ലില്ല, കാരണം ഇവിടെ ഒരാൾ സൂയിസൈഡ് ചെയ്താ പണ്ട്. ഇവിടെ ഇന്ദ്രപ്രസം മേടിച്ചതിന്റെ ഓണറാ ഇവര്. ഇന്ദ്രപ്രസം ഹോട്ടല് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എന്തോ ചെറിയ വിഷയമുള്ള സ്ഥലമാ ഈ വീട്. സംശയമുണ്ട്. വേണം, കളിച്ചായിട്ടും വേണം. പബ്ലിക്കിന് സംശയം ഉണ്ടത്. കള്ളന്മാർ SK, അവരുടെ റിലേറ്റീവ്സിനെ ആരെയും അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ആരെയും പുറത്തേക്ക് കണ്ടിട്ടില്ല. കുറച്ച് ആളുകളുണ്ട്, അവരെല്ലാം അകത്താണെന്ന് തോന്നുന്നു. പോലീസ് അകത്തേക്ക് കയറ്റിയിരിക്കുകയാണ്. ഈ ഒരു ഗേറ്റ് പൂട്ടിയതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ അകത്തേക്ക് കയറ്റി വിട്ടിട്ടില്ല. നാട്ടുകാരടക്കം പറയുന്നതും പോലീസ് പറഞ്ഞതുമൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വരുന്നൊരു വിവരം ഒരാളെ സംശയമുണ്ടെന്നാണ്. അത് ആരാണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തത പറഞ്ഞിട്ടില്ല. എന്തായാലും രാവിലെ വേലക്കാരി വന്നപ്പോഴാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞത്. സാധാരണ ഇവരിവിടെ ഒറ്റയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത് എന്നാണ് നാട്ടുകാരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരൊക്കെ വന്നു പോയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ആ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നതിന്റെ സമയം എത്തിയിട്ടില്ല. ആ ഒരു പ്രാഥമിക പരിശോധനകളെല്ലാം ഫോറൻസിക് വിഭാഗത്തിന്റെ തെളിവ് ശേഖരണം എല്ലാം കഴിഞ്ഞാൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു കൃത്യമായ വിവരം വരികയുള്ളൂ. എന്തായാലും ക്രൂരമായിട്ടുള്ളൊരു കൊലപാതകമാണ് നടന്നത് എന്നുള്ള വിവരം തന്നെയാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാൻ സാധിക്കുന്നത്. SK. ബോബി ജോൺസണാണ് വിവരങ്ങൾ നൽകുന്നത്. കോട്ടയത്തെ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൻ്റെ ഉടമ വിജയകുമാറും ഭാര്യ മീരയും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചുവെന്ന ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയാണ് വരുന്നത്. രാവിലെ 8:45 വീട്ടുജോലിക്കാരി എത്തിയപ്പോഴാണ് ഈ വിവരം പുറത്തു വന്നത്. പോലീസ് വളരെ തകൃതിയായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹം തിരുനക്കരയിലാണ് ഈ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉള്ളത്. കുറച്ച് കാലമായി ഈ ഓഡിറ്റോറിയം അവിടെയുണ്ട്. മാത്രമല്ല അദ്ദേഹം കോട്ടയം ജില്ലയിൽ അറിയപ്പെടുന്നൊരു വ്യവസായി കൂടിയാണ്. എന്ത് സാഹചര്യത്തിലാണ് ഈ മരണം സംഭവിച്ചത്? ഇതിൽ കൊലപാതകത്ത് സാധ്യത ഇപ്പോൾ തള്ളിക്കളയുന്നില്ല. എന്നിരുന്നാലും അന്വേഷണം നടക്കുകയാണ്. നമുക്ക് ടോബി ഒരിക്കൽ കൂടി ചേരുകയാണ്. ടോബി, ഒരുപക്ഷേ ഈ വിജയകുമാറിന് അങ്ങനെ ശത്രുക്കൾ ഉള്ളതായിട്ടൊന്നും ആരും പറയുന്നില്ലല്ലോ. തീർച്ചയായിട്ടും നമുക്കറിയാവുന്നതുപോലെ തന്നെ കോട്ടയത്ത് SK പറഞ്ഞതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള നിരവധി ആളുകൾക്ക് പരിചയമുള്ള വ്യക്തിയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ CPM-ന്റെ നേതാവ് അനിൽകുമാർ കൂടി സംസാരിക്കും. കുടുംബമാണ്. വളരെ ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയാണ് നമ്മളിപ്പോൾ കേട്ടത്. അവർ മെച്ചപ്പെട്ട നിലയ്ക്ക് കോട്ടയം നഗര നടുവിൽ തന്നെ ക്ഷേത്രത്തോട് ചേർന്ന് ഒരു വലിയ ഓഡിറ്റോറിയവും ഹോട്ടലും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന, എല്ലാവരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചിരുന്ന ഒരു കുടുംബമാണ്. എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് വിവരങ്ങളില്ല. പ്രാഥമികമായും കൊലപാതകമാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു സൂചനകൾ ലഭ്യമാണെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അല്ല, അത് പോലീസ് നിഗമനങ്ങളിലേക്ക് എത്തേണ്ടതാണ്. എന്തായാലും വളരെ വിദഗ്ധ പരിശോധന നടക്കുകയാണ്. കാരണം വിരലടയാളം, അതുപോലെ തന്നെ ആയുധങ്ങൾ, ഇത് സംബന്ധിച്ചുള്ള ചില സൂചനകളൊക്കെ ലഭ്യമാണെങ്കിൽ പോലും അതിൽ വസ്തുതകളിലേക്ക് കടക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് സമയത്തിനകം അതിൻ്റെ സൂചനകൾ ലഭ്യമാകും. കാരണം അദ്ദേഹവുമായിട്ട് ബന്ധമുള്ള
ടെലിഫോൺ നമ്പറുകൾ മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ വ്യക്തമാക്കാനാവുന്നതാണ്. എന്തായാലും നാടിനെ നടുക്കിയൊരു കൊലപാതകമാണ്. എല്ലാ തരത്തിലും അന്തസ്സായി ജീവിച്ചിരുന്ന ഒരു ദമ്പതികൾക്ക് ഇതുപോലൊരു ദുരന്തമുണ്ടായി. രണ്ടുപേരുടെ മൃതദേഹങ്ങൾ 2 സ്ഥലത്തായിരുന്നു, കിടപ്പുമുറിയിലും ഇപ്പുറത്തുമായിരുന്നു. അപ്പോൾ അതെല്ലാം വേദനാജനകമായ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നമുക്ക് നിഗമനങ്ങളിലേക്ക് എത്താറായിട്ടില്ല. കാരണം ശാസ്ത്രീയ പരിശോധനയിലാണ് വസ്തുതകൾ പുറത്തു വരിക, ഉള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ച്. എന്തായാലും കൊലപാതകമാണെന്നുള്ള കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു. നാടിനാകെ വേദനയുണ്ടാക്കിയ കൊലപാതകമാണ്. ആയിട്ടില്ല. വളരെ വ്യക്തിപരമായിട്ട്. അതെ, അവര് കോട്ടയത്ത് CIT ഓഫീസിനോട് ചേർന്നാണ് ഇവരുടെ ഇത്. എല്ലാ തരത്തിലും ഞങ്ങൾ എപ്പോഴും പലതരത്തിലും സഹകരിക്കുന്ന കുടുംബമാണ്. അത് ഒരു മെച്ചപ്പെട്ട ജീവിതമുള്ളവരാണ് അവര് എല്ലാ കാര്യത്തിലും. SKN അതാണ് അനിൽകുമാറാണ് നമ്മളോട് പ്രതികരിച്ചത്. അതായത് അവരൊക്കെ ഈ സജീവമായി സഹകരിക്കുന്ന പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ കുടുംബവുമായിട്ട് വലിയ രീതിയിൽ അടുപ്പമുള്ള ആളുകളൊക്കെ തന്നെയാണ്. അവർക്ക് പോലും ഇതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള കാരണം അറിയാൻ സാധിക്കുന്നില്ല. എന്തായാലും ഒരു മോഷണത്തിനുള്ള സാധ്യതയൊന്നുമില്ല, അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നുമല്ല. അറിയാവുന്ന ആരോ തന്നെയാണെന്നുള്ളൊരു സംശയമാണ് പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാം പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയെ, ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണോ എന്നുള്ള സംശയം നാട്ടുകാരൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. പോലീസ് പക്ഷേ അത്തരത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അതിനപ്പുറത്തേക്ക് ഒരാളെ സംശയിക്കുന്നുണ്ട്. പ്രാഥമികമായി പോലീസ് അത്ര മാത്രമേ പങ്കുവെക്കുന്നുള്ളൂ. ഒരാളെ സംശയിക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം ഈ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ. ഫോറൻസിക് വിഭാഗം വരേണ്ട സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ മറ്റ് വിദഗ്ധ സംഘം, ഡോഗ് സ്ക്വാഡ് അടക്കം ഇവിടെ എത്തി പരിശോധന നടത്തണം. 1 മണിക്കൂർ കഴിയുന്നതേ ഉള്ളൂ ഈ വിവരം പുറത്തറിഞ്ഞിട്ട്. കോട്ടയത്തെ പ്രമുഖ പോലീസ് മേധാവികളെല്ലാം തന്നെ, ആളുകളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. കോട്ടയം DYSP എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ കോട്ടയം SPയും ഇവിടെ എത്തും. ഒപ്പം തന്നെ ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്ക്വാഡും എത്തി വിശദമായുള്ള പരിശോധനയിലേക്ക് കടക്കും. ഈ ഒരു വ്യവസായ പ്രമുഖൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മരണം അതൊരു കൊലപാതകമാണെന്നുള്ള വിവരം തന്നെ പുറത്തു വരുമ്പോൾ അത് നാടിനെ നടുക്കുന്ന ഒരു സംഭവമായി മാറുകയാണ്. എന്താണ് നടന്നത് ഇന്നലെ രാത്രിയിൽ അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ ഈ വീടിനുള്ളിൽ എന്താണ് സംഭവിച്ചത് എന്ന് പുറത്തറിയേണ്ട ഒരു ആവശ്യം നാട്ടുകാർക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായിട്ടുള്ള അല്ലെങ്കിൽ പഴുതടച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത്. തെളിവ് ശേഖരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വീടിനുള്ളിലേക്ക് പോലും അധികം ആരെയും കടത്തിയിട്ടില്ല. ജനപ്രതിനിധികളും ചില അടുത്ത സുഹൃത്തുക്കളും മാത്രമെയാണ് പോലീസ് അകത്തേക്ക് കയറ്റിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ആരെയും തന്നെ അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല. ഈ വലിയൊരു വീടാണ്. അതുകൊണ്ട് തന്നെ ഈ മുറികളുടെ വിശദമായിട്ടുള്ള പരിശോധനകൾ, ശാസ്ത്രീയ പരിശോധനകൾ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മൃതദേഹങ്ങൾ കടന്നത് 2 സ്ഥലത്തായിട്ടാണ്. ഒന്ന് ഹാളിലും മറ്റൊരാൾ ഈ ഭാര്യയുടെ മൃതദേഹം ഒരു മുറിക്കുള്ളിലുമായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതായത് തലയ്ക്ക് അടികൊണ്ട രീതിയിലാണ് ഈ മൃതദേഹങ്ങൾ കിടന്നിരുന്നത് എന്നുള്ളൊരു വിവരം കൂടിയുണ്ട്. അത്തരത്തിൽ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകത്തിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് എന്നുള്ള വിവരം തന്നെയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള ആ ഒരു കൃത്യം നടത്തിയത് ആര് എന്നുള്ളൊരു ചോദ്യം. ഈ ഒരു നഗരമധ്യത്തിൽ ഇത്രയും ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലത്തെത്തി ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടത്തിയിട്ട് അതാരും ഇന്നലെ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു അസ്വാഭാവികതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി പോലീസിന്റെ അന്വേഷണത്തിൽ മാത്രമേ തെളിഞ്ഞു വരികയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പോലീസ് വിശദമായിട്ടുള്ള ഒരു പരിശോധനയിലേക്ക് തന്നെ കടന്നിരിക്കുന്നത്. ഇതിനോടകം തന്നെ കോട്ടയം DYSP അടക്കമുള്ളവർ വെസ്റ്റ് പോലീസിന്റെ കീഴിലാണ് ഈ അന്വേഷണ പരിധി വരുന്നത്. അവർ ആദ്യം തന്നെ എത്തി വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചു. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ കോട്ടയം SP എത്തും. അതിനുശേഷം ഒരു കുറച്ചും കൂടി വ്യക്തമായിട്ടുള്ള ഒരു കാര്യങ്ങൾ, കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാൻ സാധിക്കും. ക്രൂരമായ കൊലപാതകം തന്നെയാണ്. പകൽ സമയത്ത് രാവിലെ 8:30 ഇത് അറിയുന്നത്. എന്നാൽ ഇന്നലെ രാത്രിയിൽ എന്താണ് ഈ വീട്ടിൽ സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് ആർക്കും തന്നെ, ഈ നാട്ടുകാർക്ക് പോലും ഒരു വിവരവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു വ്യക്തമായിട്ടുള്ള ഒരു പരിശോധനയിലേക്ക് ഇന്നലെ രാത്രിയിൽ അല്ലെങ്കിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഇവിടെ വന്നു പോയവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, ഒപ്പം തന്നെ ഇവരുടെ ഫോൺ രേഖകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. ഈ വീടിന് നിരവധി CCTVകളുണ്ട്, അത് പരിശോധിക്കണം. പുറത്തുള്ള CCTVകൾ പരിശോധിക്കണം. ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ പോലീസിന് ആരാണ് ഈ കൃത്യം നടത്തിയത് അല്ലെങ്കിൽ ഇതൊരു കൊലപാതകമാണെങ്കിൽ അത് ആരാണ് നടത്തിയതെന്ന് പോലീസിന് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും പ്രാഥമിക അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഫോറൻസിക്കും ഡോഗ് സ്ക്വാഡും എല്ലാം ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. SKN. ടോമി ജോൺസൺ, എന്തായാലും ഈ മരണത്തിൻ്റെ ദുരൂഹത എത്രയും പെട്ടെന്ന് മാറ്റാൻ കഴിയുമെന്നാണ് നമ്മുടെ വിശ്വാസം. കാരണം പോലീസ് ചാറ്റുകളും ഫോൺ രേഖകളും ഒക്കെ പരിശോധിച്ച് തുടങ്ങിയിട്ടുണ്ട്.